بسم الله الرحمن الرحيم في جيدها حبل من مسد وامرأته حمالة الحطب ഭാരമുള്ള വിറകിന്റെ കെട്ട് ചുമന്ന് നടക്കുന്ന, അതായത് നമീമത്തും ഏഷണിയും പരദോഷണവും ഇതൊക്കെയുമായി നടക്കുന്ന അബൂലഹബിന്റെ പെണ്ണ് അവളും നരകത്തിൽ കടക്കും. എന്നിട്ട് പറഞ്ഞു ഫീ ജീദിഹ, അവരുടെ പെരടിയിലുണ്ട് ഹബുലുൻ മിൻ മസദ്, തീയാൽ മടക്കപ്പെട്ട നീണ്ട ഒരു കയർ, ഒരു മാല അവരുടെ കഴുത്തിലുണ്ട്. അതിന് രണ്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഒന്ന് മാല, തീയാൽ മടക്കപ്പെട്ട മാല, മറ്റൊന്നും സിൽസില, തീയാൽ മടക്കപ്പെട്ട ചങ്ങാല ഓടെ കഴുത്തിലുണ്ടാവും നരകത്തിൽ. ചെറിയ മാലയോ ചെറിയ ചങ്ങാലയോ ഒന്നും അല്ല. തൂരുഹാ സബൂന ദിറാർ, അതിന്റെ നീളം 70 മുഴം നീളമുള്ള ചങ്ങലയാണ്. 70 മുഴം നീളമുള്ള ചങ്ങാല അല്ലെങ്കിൽ മാല ഓടെ കൗത്തിലുണ്ടാവും. ആ രൂപത്തിലാണ് ഓട് നരകത്തിൽ കിടക്കുക. ഇതിങ്ങനെ പ്രത്യേകമായി ഓളുടെ കൗത്തും മാലയും എടുത്തു പറയാൻ കാരണം അബൂലഹബിന്റെ ഭാര്യയുടെ കഴുത്തിൽ അന്ന് ഒരു ഭയങ്കരം ഒരു സ്വർണത്തിന്റെ ഒരു ആഭരണം ഉണ്ടായിരുന്നു. ഓളെ കഴുത്തിൽ കിരാതത്തുൽ ഫാഹിറ, ആളുകളുടെ ഇടയിൽ അഭിമാനിക്കുന്ന, പവർ കാണിക്കുന്ന രൂപത്തിലുള്ള ഒരു സ്വർണ്ണ മാല ഓരുടെ കഴുത്തിലുണ്ടായിരുന്നു. അപ്പോ ഓരിടക്കിടക്ക് പറയുന്ന അബൂലഹബിന്റെ ഓട് പറയുന്നത് മുഹമ്മദിനെ വകവരുത്തുന്ന ഏത് വിഷയം ഉണ്ടെങ്കിലും അതിൽ ഈ മാല ചെലവഴിക്കാൻ ഞാൻ തയ്യാറാണ്. ഈ മാല മുഹമ്മദിനെ ഇല്ലാതെയാക്കാൻ, മുഹമ്മദിന്റെ ആ ശത്രുതയിൽ എന്ത് വിഷയമാണെങ്കിലും അതിന് ആവശ്യം വന്നാൽ ഈ മാല വിറ്റ് അതിനു വേണ്ടി ചെലവ് നൽകാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ ഒരു പെണ്ണായിരുന്നു അബൂലഹബിന്റെ പെണ്ണ്. അപ്പൊ അതിനൊത്തിട്ട് അല്ലാഹു തആല ഖുർആനിൽ ഒരു ആയത്തിറക്കി, നിന്റെ മാല ഈ മാലല്ല, അതിനേക്കാൾ വലിയ ഒരു മാല നിന്റെ കഴുത്തിൽ എന്നെ അണിയിക്കാൻ പോവാണ്. ചില്ലറ മാലൊന്നുമല്ല, പിന്നെയോ അത് തീയാൽ കടക്കപ്പെട്ട മാലയാണ്. നരകത്തിൽ തീയാൽ കടക്കപ്പെട്ട നീണ്ട വിശാലമായ 70 മുഴം വീതിയുള്ള തീയുടെ ചങ്ങാല അല്ലെങ്കിൽ തീയാൽ കടക്കപ്പെട്ട മാല അബൂലഹബിന്റെ ഓളുടെ കഴുത്തിൽ നാല ധരിക്കാനുള്ളതാണ്. ഓളുടെ കഴുത്തിലുണ്ട് ഹബുലും മിൻ മസദ്, തീയാൽ കടക്കപ്പെട്ട കയർ. അവരുടെ നേരാത്ത കയറിനാണ്. അപ്പൊ അതിനെ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറഞ്ഞത് ഒന്നിരിക്കലോ ചങ്ങാല അല്ലെങ്കിൽ മാല എന്ന രണ്ടർത്ഥം പറഞ്ഞു. ഏതാവട്ടെ നബിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രയാസപ്പെടുത്തിയ വലിയ 2-3 വ്യക്തിത്വങ്ങളെ കുറിച്ച് ഇറക്കപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ മസദ്. അതാണ് ഇതുവരെ നമ്മൾ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു അബൂലഹബിന്റെ 2 കൈകളും ഒഴിഞ്ഞു പോകട്ടെ, നശിച്ചു പോകട്ടെ, അല്ലെങ്കിൽ അബൂലഹബിന്റെ ദുനിയാവും ആഖിറവും നശിച്ചു പോകട്ടെ, ഉത്തുബത്തും നശിച്ചു പോകട്ടെ. ഓന്റെ സമ്പത്തോ ഓന്റെ അധ്വാനങ്ങളോ ഓനുണ്ടാക്കിയ ആ പ്രസ്റ്റേജുകളോ ഒന്നും അബൂലഹബിന് ഉപകരിച്ചിട്ടില്ല. പിന്നെ ഇതുവരെ ദുനിയാവിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി വരാനുള്ള കാര്യം ഓന് പിന്നെ കടക്കാൻ പോകുന്നത് ജ്വാലകളെ കൊണ്ട് നിറഞ്ഞ ആ നരകത്തിലേക്കാണ്. ഒരു മാത്രമല്ല ഭാരമുള്ള ആ കെട്ടുമായി നടക്കുന്ന ഓന്റെ ഓളും നരകത്തിലേക്കാണ് കടക്കാൻ പോകുന്നത്. അവരുടെ കഴുത്തിലുണ്ട് തീയാൽ പടക്കപ്പെട്ട ചങ്ങാലകളുടെ കഴുത്തിലുള്ള ആ സ്ഥിതിക്കാണ് അവൾ കിടക്കുന്നത്. ഏതാവട്ടെ ദുനിയാവിൽ ആരെ ഞങ്ങൾ ഈ രൂപത്തിൽ നമുക്ക് അല്ലാഹു തആല തന്ന സമ്പത്ത് കൊണ്ട്, നിയമത്ത് കൊണ്ട് മറ്റുള്ള ആളുകളെ പ്രയാസപ്പെടുത്താൻ നീങ്ങിയാൽ ആഖിറത്തിൽ അതിന്റെ അവസ്ഥ അബൂലഹബിന്റെ ഓട് ഏറ്റുവാങ്ങിയത് പോലെ ഞങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും. അതുകൊണ്ടല്ലേ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നീ മറ്റുള്ളവന്റെ 1 ഇഞ്ച് ഭൂമി അക്രമമായി നീ എടുത്തവനാണോ, എന്നാൽ അതേ ഭൂമി നിന്റെ കഴുത്തിലേക്ക് മാലയായി അണിയിച്ചുകൊണ്ട് ആഖിറത്തിലേക്ക് അല്ലാഹു നിന്നെ കൊണ്ടുവരുന്നു. സുബ്ഹാനല്ലാഹ്, ഇന്ന് എത്ര ആളുകളുണ്ട്, ഏക്കർ കണക്കിലുള്ള ഭൂമികൾ, മറ്റുള്ളവന്റെ ഭൂമി അക്രമമായി ഇവിടുത്തെ ആ ഒരു സന്തോഷം ആഗ്രഹിച്ചുകൊണ്ട് പിടിച്ചു പറ്റിയ ആളുകൾ എത്ര ആളുകളാണ്. സുബ്ഹാനല്ലാഹ്, എന്തായിരിക്കും ഓന്റെ അവസ്ഥ? ഏക്കര കണക്കിലുള്ള ഭൂമിയുടെ ഭാരം ഓന്റെ കഴുത്തിൽ ഇങ്ങനെ താങ്ങി കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ചിലരുടെ വിഷയമാണ്. ഇവിടുത്തെ ചെറിയൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട്, ഇവിടുത്തെ ദുനിയാവിന്റെ മരണത്തോടുകൂടി തീരുന്ന സന്തോഷത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യുന്ന ആളുകൾ, സമ്പത്ത് കൊണ്ട് എന്തെല്ലാം അനാചാരങ്ങളും അക്രമങ്ങളും അല്ലാഹു പൊരുത്തപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്കൊക്കെയും വലിയ പാഠമാണ്. അഭിമായ തങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടി ചെറിയ ഒരു മാല കൊണ്ട് അഭിമാനിച്ച അബൂലഹബിന്റെ ഭാര്യയോട് താക്കീതായി അല്ലാഹു പറഞ്ഞത്, നിന്റെ ആ ചെറിയ മാലൊന്നുമല്ല,
70 മുഴം നീളമുള്ള 70 മുഴം നീളമുള്ള വിശാലമായ തീ കൊണ്ട് വളക്കപ്പെട്ട മാല അണിയിച്ചുകൊണ്ട് പോലെ അള്ളാഹു തആല അയക്കുന്ന. അതുപോലെയാണ് ഇവിടെ സമ്പത്ത് കൊണ്ടും അതുപോലെ നിഅമത്ത് കൊണ്ടും അള്ളാഹ് പൊരുത്തപ്പെടാത്ത പ്രവർത്തനങ്ങൾ ചെയ്ത ഓരോരുത്തർക്കും അള്ളാഹു നൽകുന്ന അവസ്ഥ അത് തന്നെയാണ്. അള്ളാഹു നമ്മെ സലാമത്താക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് സൂറത്തുൽ ഇഖ്ലാസ് വിശാലമായി പഠിക്കേണ്ട ചെറിയൊരു സൂറത്താണെങ്കിലും അതിലുള്ള ആശയങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന വിശാലമായ പഠനങ്ങളാണ് സൂറത്തുൽ ഇഖ്ലാസിലുള്ളത്. അള്ളാഹു മനസ്സിലാക്കാനും പഠിക്കാനും അത് ജീവിതത്തിൽ കൊണ്ടു നടക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഈ പുണ്യ സദസ്സ് നമ്മിൽ നിന്ന് നീ കബൂലാക്കണേ അല്ലാഹ്. ചെറിയ നേരമെങ്കിലും നിന്റെ പരിശുദ്ധമായ ഖുർആനിനെ കുറിച്ച് ദീനിനെ കുറിച്ച് അള്ളാഹ് നമുക്ക് ഉപകരിക്കുന്ന പല കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നവരിൽ മജീസാണോണ്ട് ഇതിന്റെ പകരമായി ഞങ്ങൾക്ക് നീ സ്വർഗം നൽകണേ അല്ലാഹ്. സ്വർഗം നൽകണേ അല്ലാഹ്. ഇതുപോലെ സ്വർഗത്തിലിരുന്ന് നിന്റെ മഹാന്മാരായ സ്വഹാബത്തിന്റെ ക്ലാസ് കേൾക്കാൻ ഹബീബായ തങ്ങളുടെ മുന്നിൽ ഇരുന്ന് റബ്ബേ അവിടുത്തെ ഇൽമുകൾ സ്വർഗത്തിലിരുന്ന് കേൾക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. നീ നൽകണേ റബ്ബേ. അല്ലാഹുവേ നമ്മുടെ ഈ സുബഹിന്റെ പ്രഭാത സമയത്തുള്ള ഈ നല്ല ഒരു സദസ്സ് നീ വെറുതെയാക്കല്ലേ റബ്ബേ. അല്ലാഹ് ഇതുകൊണ്ട് നമ്മുടെ ദുനിയാവും ആഖിറവും നേടിയെടുക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ പല രൂപത്തിലുള്ള പ്രയാസങ്ങൾ, ബേജാറുകൾ, ദുരിതങ്ങൾ, വിഷമങ്ങൾ പറഞ്ഞ് ഞങ്ങളുമായി വസീയത്ത് ചെയ്തവരാ ഓരോരുത്തരുടെയും ബുദ്ധിമുട്ടുകളും ബേജാറുകളും വിഷമങ്ങളും നീ തീർത്തു കൊടുക്കണേ റബ്ബേ. പ്രത്യേകിച്ച് ശാരീരികമായി പലവിധ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ടല്ലോ. പഠിച്ചവനെ ഇന്നത്തെ ദിവസം ഡോക്ടർമാർ ഹോസ്പിറ്റലിൽ പോകാൻ ടെസ്റ്റിന് വേണ്ടി അഡ്മിറ്റിന് വേണ്ടി പറയപ്പെട്ട ക്യാൻസർ രോഗികളുണ്ടല്ലോ. പഠിച്ചവനെ നിശിത നൽകണേ അല്ലോ. അവരുടെ കാര്യങ്ങൾ നീ എളുപ്പമാക്കണേ അല്ലോ. അതുപോലെ പല രൂപത്തിൽ ഹാർട്ടിന്റെ അസുഖം കൊണ്ട്, അതുപോലെ കിഡ്നിയുടെ ബുദ്ധിമുട്ട് കൊണ്ട്, പഠിച്ചവനെ മുട്ടുവേദന, നടുവേദന, ഡിസ്കിന്റെ ബുദ്ധിമുട്ട്, അതുപോലെ പഠിച്ചവനെ അഗ്നിയുടെ ബേജാർ, ഇങ്ങനെ പല രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പറഞ്ഞവരുണ്ട്. അത് ഷാഫിയായ അല്ലാഹ്, കാഫിയായ അല്ലാഹ്. രോഗങ്ങൾ തരുന്നത് നീയാണെങ്കിൽ അത് മാറ്റേണ്ടതും നീയാണ് അല്ലാഹ്. ബേജാറ് തരുന്നവൻ നീയാണെങ്കിൽ സന്തോഷം തരേണ്ടവൻ നീയാണ്. അത് എല്ലാം ഹൈറായ രൂപത്തിൽ നീയാക്കി കൊടുക്കണേ അല്ലാഹ്. പഠിച്ചവനെ മരിച്ചുപോയ നമ്മുടെ കുടുംബങ്ങൾ പലരും റബ്ബിന്റെ പള്ളിക്കാട്ടിൽ ഖബറിലാണ് റബ്ബേ. അല്ലാഹ് അവരുടെ ഖബർ നീ സ്വർഗ്ഗമാക്കല്ലോ. അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ റബ്ബേ, റഹ്മത്ത് നൽകണേ അല്ലാഹ്. പ്രവാസികളായി അധ്വാനിക്കുന്ന നമ്മുടെ എല്ലാ കുടുംബങ്ങൾക്കും നാട്ടുകാർ, സ്നേഹിതന്മാർ ആഫിയത്തുള്ള ദീർഘായുസ്സോടെ അനുഗ്രഹിക്കണേ റബ്ബേ. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണേ അല്ലാഹ്. ബേജാറുകൾ തീർത്തു കൊടുക്കണേ അല്ലാഹ്. ചെയ്യുന്ന ജോലിയിൽ വലിയ സന്തോഷം നൽകല്ല. ജോലിയില്ലാതെ ബേജാറായ ആളുകൾ ഹൈറായ ജോലിയുടെ വഴി നീ തുറക്കണേ അല്ലാഹ്. കടലിലും കരയിലും അധ്വാനിക്കുന്ന ഓരോരുത്തരുടെയും ഈശത്തിന്റെ വഴികളിൽ നീ വലിയ പുരോഗതി നൽകണേ റബ്ബേ. അല്ലാഹുവേ അടുത്തനെയുള്ള അപകട മരണങ്ങൾ റബ്ബേ എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും നീ സലാമത്ത് താ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. نعم المولى ونعم النصير. حسبنا الله ونعم الوكيل. نعم المولى ونعم النصير. حسبنا الله ونعم الوكيل. نعم المولى ونعم النصير. صلى الله على محمد صلى الله عليه وسلم.